സോ ഇന്ന് നമ്മള് റോന്ത് മൂവി കണ്ട് വരികയാണ്. അതെ, എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല എക്സ്പീരിയൻസ്. കുഴപ്പമില്ല, എനിക്ക് പറ്റാഴിയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു എൻഡിങ് പാർട്ട് എനിക്ക് അത്ര എനിക്കൊന്നുകൂടി കംഫർട്ടായി തോന്നിയിട്ടില്ല. നമുക്ക് അത് ലാസ്റ്റ് പറയുന്ന സമയത്ത് തന്നെ സംസാരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം കാസ്റ്റ് ലിസ്റ്റിക്ക് വരാം. സോ ഇതിൽ ദിലീപ് പോത്തൻ, റോഷൻ മാത്യു, അതുപോലെ നമ്മുടെ ആർജി മിഥുന്റെ ഒക്കെ വൈഫായിട്ടുള്ള ലക്ഷ്മി മേഡനൊക്കെയാണ് ഇതിലും പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. സോ കുറച്ച് പേരുള്ളൂ ഇതില്. ബാക്കി ഈ ഒരു എന്താ പറയാ, പിന്നെ പറയുമ്പോ ഡയറക്ടറെ പറഞ്ഞു. അതെ, ഡയറക്ടർ റൈറ്റർ ഷാഹിബ്. പുള്ളിക്കാരന്റെ മുന്നത്തെ പടങ്ങളായിട്ടുള്ള നായാട്ട്, ഇലവിഴ പുഞ്ചിറ, അതുപോലെ ഓഫീസർ ഇറങ്ങിയത് അതിലെ എഴുത്തുകാരനായിരുന്നു പുള്ളിക്കാരൻ. പൊതുവെ ഈ ഒരു പോലീസ് ബേസ്ഡ് മൂവീസാണ് ചെയ്യല്. ക്രൈം ത്രില്ലേഴ്സ് മൂവി തന്നെയാണ് ഇത്. അതുപോലെ തന്നെ പോലീസ് അതന്നെ. പക്ഷെ ഇത് കുറച്ചും കൂടി നായാട്ടിനോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എനിക്ക് പേഴ്സണലി തോന്നി ഈ പോലീസുകാരുടെ ലൈഫ് ഉണ്ടല്ലോ, പോലീസുകാരുടെ ലൈഫ് ആക്ഷൻ ഹീറോ ബിജുവില് ശരിക്ക് മനസ്സിലാക്കി. അതിനാണ് എനിക്ക് നായാട്ടിലാറ് കൂടി പോലീസ് ലൈഫ് കാണിച്ചിട്ടുള്ള മൂവിയിലാണ്. പോലീസ് ലൈഫ് കുറച്ചും കൂടി ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചെറിയ ചെറിയ കേസുകൾ വരെ. പടത്തിന്റെ പേര് റോന്ത് കാണിക്കുന്ന പെട്രോളിങ്ങിനാണ് റോന്ത് എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോലീസുകാരുണ്ട്, ദിലീപ് പോത്തനും റോഷൻ മാത്യു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ എന്താണ് ഒരു റോന്ത് അല്ലെങ്കിൽ ഒരു പെട്രോളിംഗ് നൈറ്റ് പെട്രോളിംഗ് ആണ് ഫുള്ള്. അതിൽ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെയാണ് എത്രത്തോളം റെസ്ലെസ് ആണ്, അവർക്ക് ഓരോ കേസ് എത്ര പെട്ടെന്നാണ് വരുന്നത് എന്നുള്ളതും പിന്നീട് ഉണ്ടാവുന്ന ചെറിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ലാസ്റ്റ്. വലിയ ട്വിസ്റ്റ് എന്നുള്ളതല്ല, അല്ല അങ്ങനെയല്ല, പക്ഷെ ടിപ്പിക്കലി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. റിയലിസ്റ്റിക്കലി എന്താണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുക, അതാണ് ഇതിൽ കാണിക്കുന്നത്. അതെ, അങ്ങനെയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെന്താ ശതമാനം. അപ്പോ അതാണ് ഇതിന്റെ ഒരു കഥ. ലൈക്ക് സ്റ്റാർട്ടിങ്ങില് ഈ ഒരു പുതുതായിട്ട് പോലീസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ റോഷൻ മാത്യു. വളരെ 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ് ദിലീപ് പോത്തൻ. ഇതില് ക്യാരക്ടറിന്റെ പേര് എന്താ, യോഹന്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ദിലീപ് പോത്തൻ. ദിന്നാദ്. അപ്പൊ മൂപ്പര് ഇതിലൊരു കോൺസ്റ്റബിൾ വിത്ത് ഡ്രൈവറാണ്. അപ്പൊ ഇയാൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് കുറവാണ് ഈ ദിന്നാദ് എന്ന ക്യാരക്ടറിന്. കാരണം പോലീസുകാരുടെ എന്താണ് അവരുടെ നടപടികൾ എന്നുള്ളതും അവരെ സാധാരണ രീതി എന്താണെന്നുള്ളതും അവർക്ക് അറിയില്ല. സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ പെരുമാറുക എന്നുള്ളതോ എന്താ ചിന്തിക്കാൻ ഓരോ സീനിലോ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ ചിന്തിക്കാന്നുള്ള അറിയാത്തൊരു പോലീസുകാരനാണ് ഇതില്ലാതെ. മറ്റു ദിലീപ് ടിപ്പിക്കൽ ഇവിടുത്തെ അടുത്ത പോലീസിലെ അതെ. അല്ല അതല്ല ലാസ്റ്റ് ആ മറ്റേവരോട് സംസാരിക്കുന്ന ആ എൻഡിങ്ങിലൊക്കെ മനസ്സിലാവും ഇയാൾക്ക് അറിയാം എന്താ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് നടക്കുക, ബാക്കിയുള്ള പോലീസുകാർ പോലെ എങ്ങനെയാണ് പെരുമാറാന്നടക്കം. അപ്പോ ഇതാണ് ഇവരെ കഥാപാത്രത്തെ കുറിച്ചും ഈ കഥനെ കുറിച്ചും പറയുന്നത്. പിന്നെ ഈ സംഭവം തന്നെ ഈ പെട്രോളിങ്ങിൽ കുറെ ഇൻസിഡൻസ്, കുറെ കേസുകൾ ഇവര് പോയി അവിടെ പോയിട്ട് ഓരോ ശരിയാക്കുന്നതും ഓരോ കാര്യം സോൾവ് ചെയ്യുന്നതാണ് ഇതിന്റെ കഥ. അപ്പൊ ഇതിന്റെ ഡിറക്ഷനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഷാഹിബിന്റെ മുന്നത്തെ പടങ്ങൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഈ നായാട്ടായാലും അല്ലെങ്കിൽ ഇലവിഴ പൂഞ്ചിറ ആയാലും ഒക്കെ ഡിറക്ഷന് പുള്ളി ഒരു കോംപ്രമൈസ് ഇല്ല. പുള്ളിക്കാരൻ വൃത്തിക്ക് അറിയണ പരിപാടിയാണ്. സ്ക്രീൻ പ്ലേ ആയാലും ഒക്കെ നന്നായിട്ട്. കാരണം ഞാൻ പറഞ്ഞ ഒരു നൈറ്റ് പെട്രോൾ പറയുന്ന പോലീസുകാരുടെ ആ ഒരു രീതി, അവര് പോണ സിറ്റുവേഷൻസ് ഒക്കെ റിയലിസ്റ്റിക് ആയിട്ടാണ് എടുത്തു. പല കേസുകൾ വരുന്നതും അതൊക്കെ ഓരോ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കറക്റ്റ് വരുന്നതും പോണതും അടുത്ത് വരുന്നതും എല്ലാം പെട്ടെന്ന് വന്ന അതൊക്കെ നല്ല ഫ്ലോയില് നല്ല കറക്റ്റില്. അവരെത്ര റെസ്റ്റ്ലെസ് ആണ്, അവർക്ക് എത്ര പെട്ടെന്ന് അടുത്ത സാധനം വരുന്നത്, ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മറ്റുള്ള സിറ്റുവേഷനുക്ക് വേണ്ടിയിട്ടുള്ള കോള് വരുന്നത് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ വല്യ പിടിക്കണം, അതാണ് ഓരോ സിറ്റുവേഷൻ പെട്ടെന്ന് മാറി വേറെ സിറ്റുവേഷൻസ് ആണ്. ചിലപ്പോ ഹോമിസൈഡ് ആയിരിക്കും, ചിലപ്പോ വല്ല ഈ പറഞ്ഞ പോലെ ഗാർഹിക പീഡനമായിരിക്കും. അങ്ങനെ ഓരോന്ന് കുറെ കേസുകൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പിന്നെ ഇതിലൊക്കെ ചുറ്റിപ്പറ്റി കണക്റ്റഡ് ആവുന്ന ഒരു കേസുണ്ട്. എല്ലാത്തിനും ഒരു കണക്ഷൻ ഒരു കേസാണ് ഇതിന്റെ പിന്നെ ഒരു എൻഡിങ്ങിലേക്ക് എത്തിക്കുന്നത്. അത് വേറെ സംഭവങ്ങൾ കണ്ടു നോക്കാം. അതെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കഥാപശ്ചാത്തലം എന്നൊക്കെ പറയുന്നത് തന്നെ ഈ ഒരു നൈറ്റ് പെട്രോളിംഗ് ആണ്. പിന്നെ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് BGM. അതെ അല്ലെ, കാരണം ആ ഒരു പടത്തിന് സാധാരണ നൈറ്റ് പെട്രോളിംഗ് പോണ പടത്തിന് ആ ഒരു BGMന് ഭയങ്കരമായിട്ട് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തരാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സൗണ്ട് എഫക്ട്സ് കിട്ടോ.
കാരണം ചിലത് ചംസ്കിയാറൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ചില സീനിലൊക്കെ എനിക്ക് ചംസ്കിയർ വന്നിട്ടുണ്ട്. എന്താ അടച്ചുവിട്ട് അടച്ചുകൊണ്ട് വേറെ വേറെ റിഫ്ലക്ഷൻ കണ്ടിട്ടുള്ള സീനുകളൊക്കെ എനിക്ക് അത്യാവശ്യം ഞെട്ടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇന്റർവെൽ ടൈമിലൊക്കെ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നമുക്ക് അതെ, സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി പടം ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. തുടക്കത്തിൽ ആ ഒരു ഇന്റർവെൽ വരെയുള്ളത് ഈ ഒരു ബിൽഡപ്പാണ്. കാരണം ഈ റോഷൻ മാത്യുവിന്റെ പെട്രോളിങ്ങിന് എന്തൊക്കെയാ വരുന്നത്, അതുപോലെ ഈ ക്യാരക്ടേഴ്സിന്റെ പോലീസുകാരൻ എങ്ങനെയാന്നുള്ളതും ഈ റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ എങ്ങനെയാന്നുള്ളതൊക്കെയാണ് ഇതിൽ കാണിച്ചു തരുന്നത്. പിന്നീട് ഒരു ഇവർക്ക് ഉണ്ടാവണമെങ്കിൽ ഇയാളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും മറ്റാൾക്ക് എക്സ്പീരിയൻസോട് എന്തൊക്കെ ഐഡിയകളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ടുവേർഡ്സ് എൻഡിങ് പക്കായിട്ടില്ലേ. ഇതാണ് ഇതിന്റെ കഥ. ടെക്നിക്കൽ സൈഡ് ഇങ്ങനെ തന്നെ പറയാനുള്ളൂ. പിന്നെ അതിൽ പറയാനുള്ളത് ഇപ്പൊ എന്താ പറയുന്നത്, ഇതില് ഈ പടം കാണണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എന്റെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായി തോന്നിയിരുന്നു. പിന്നെ ഓരോ റീസൺ കൊണ്ട് നമുക്കൊന്നുകൂടി ഇരുത്തി കാണിച്ചു തുടങ്ങി, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കി തുടങ്ങി. സെക്കൻഡ് ഹാഫ് പിന്നെ നമ്മൾ ഇരുന്ന് കണ്ടു പോകുന്നേ പറയുള്ളൂ. പക്ഷെ എന്റെ ടൈം വന്നപ്പോ എനിക്ക് ഇത് ഇങ്ങനെ നിർത്തണോ അതല്ലെങ്കിൽ കുറച്ചും കൂടി കവർ ചെയ്യണോ എന്നുള്ള തോട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം കുറെ കാര്യങ്ങളും കൂടി അറിയിക്കായിരുന്നു എന്നുള്ളത് തോന്നി. ശരിക്കും നമുക്ക് ആലോചിച്ച് ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണത്. എങ്കിൽ പോലും അതിൽ റിവീൽ ചെയ്യണം എനിക്ക് പേഴ്സണലി തോന്നി. അതാണ് എന്റെ ഒരു പെർസ്പെക്റ്റീവ്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇതിൽ പിന്നെ പെർഫോമൻസ് പറയണ്ടേ. ശരിക്ക് ഒരു ആസിഡും ഈ പറഞ്ഞ പോലെ റോഷൻ മാത്യു ആയാലും ഗിരീഷ് പോത്തൻ ആയാലും നിങ്ങൾക്ക് അറിയാം, പുള്ളിക്ക് ഓരോ പെർഫോമൻസ് റോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 100% പുലർത്തി ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുവരെയുള്ള പടങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇതിന് സെയിം ഇവരാണ് ഇതിന്റെ കോൾ. അതെ, ഇവരാണ് ഇതിന്റെ കോൾ. പിന്നെ എന്റെ ഒപ്പീനിയനിൽ എനിക്ക് പടം നല്ലോണം വർക്കായി. എനിക്കത് വളരെ ഇഷ്ടപ്പെടും. ഒരു ഫ്ലോ ഉണ്ടായിരുന്നു തുടക്കം തൊട്ട് എൻഡിങ് വരെ. ഒരു പെർഫെക്റ്റ്ലി ഒരു പീറ്റർ പോയിട്ട് ഇറങ്ങി ശരിക്കും നിർത്തിയ ഒരു പടം പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. എൻഡിങ്ങും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പോയിന്റ് എനിക്ക് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് എന്താ പറയുന്നത്? എനിക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തൊരു മൂവി. ഭയങ്കര ഇതായിട്ടൊന്നും ഞാൻ പറയണതാ. തിയേറ്ററിൽ നിന്ന് പോയി മസ്റ്റ് വാച്ച് അങ്ങനെയൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. OTT വന്നാലും കണ്ടാൽ മതി. അങ്ങനത്തെ ലെവലില് ഷോർട്ട് ഫിലിം പോലെ നമുക്ക് തിയേറ്റർ എഫക്ട് കിട്ടേണ്ട സാധനം ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിം പോലെ ഉള്ളെങ്കിലും സാധനങ്ങളൊക്കെ നല്ല ഫ്ലോയിൽ തന്നെ നല്ല ഇതിൽ തന്നെ എടുത്തിട്ടുണ്ട്. സാധാരണ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ഷോർട്ട് ഫിലിം ആക്കേണ്ട പാടുള്ളൂ എന്ന് പറഞ്ഞാലും അതിലിങ്ങനെ ലാഗ് അടിക്കണ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടില്ല. എന്താ ഓരോ സിറ്റുവേഷൻ നല്ല രീതിയിൽ തന്നെ കാണിച്ചു പോയിട്ടുണ്ട്. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനൊന്നുമില്ല. അത് എനിക്ക് ഒപ്പീനിയൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് തിയേറ്റർ പോയി കാണാം. കാണുന്നതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കാൻ തന്നെ ഞാൻ പറയുന്നുള്ളൂ. സജസ്റ്റ് ചെയ്യുന്നില്ല. നീ പറയുന്നെന്താ തിയേറ്റർ പോയി കാണുന്നതാണോ OTT-യോ? ഒന്നും പറയില്ല, കാണേണ്ടവർക്ക് കാണാം. എങ്ങനെ കണ്ടാലും കണ്ടാ മുതലാവും. പക്ക ലോക്കൽ പടം അല്ലെങ്കിൽ നമുക്ക് കണ്ടിരുത്തുന്നൊരു മൂവിയാണ്. എല്ലാവർക്കും മുതലാവുന്ന സംശയം. കാരണം എല്ലാവർക്കും ഇപ്പോ ഈ റിയലിസ്റ്റിക് ഭയങ്കര ഇഷ്ടപ്പെടണമെന്നും ഇല്ല കേട്ടോ. ഞാനും എന്റെ ആ പടം ഇഷ്ടമാണ്. സോ എൻഡിങ്ങിന്റെ പറഞ്ഞല്ലോ നിർത്തണം. അതൊരു റിയലിസ്റ്റിക്കലി അവിടെ സാഹചര്യം അതെ. അപ്പൊ ഇവൻ ആ എൻഡിങ്ങിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തായിരുന്നു ഒരു ഫീൽ ഉണ്ട്. ശരിക്കും പക്ഷെ അങ്ങനത്തെ എൻഡിങ് ഇഷ്ടമാണ്. ചില ബോളിവുഡ് പടത്തിൽ അങ്ങനെ എൻഡിങ്ങുകളുണ്ട്. കാരണം ബാക്കി നമ്മൾ വിചാരിക്കുക നമുക്കറിയാം ബാക്കി എൻഡിങ് എന്താ സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാവുന്നേ എന്നുള്ള പോലത്തെ എൻഡിങ്സ് ആണിത്. അത് വേറെ സ്റ്റൈലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ പടം കാണാത്തവരൊക്കെ പടം കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ അറിയിക്കുക. കമന്റ്സിലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതെ, ഇനി കണ്ടവരുണ്ടെങ്കിലും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വീണ്ടും കാണാം. ബൈ.